പുതിയ ടാറ്റ സിയേറ EVയുടെ മരുഭൂമിയിലൂടെ കയറ്റം, മല കയറലും ചളിയിലൂടെയുള്ള ഡ്രിഫ്റ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ വാങ്ങാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. നമ്മുടെ ഏറ്റവും പുതിയ സിയേറ EV നമുക്ക് 6 വേരിയന്റിലാണ് വാങ്ങാനായിട്ട് പറ്റുക. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 6 വേരിയൻറ്റിനും ഓൺ റോഡ് പ്രൈസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസിൻ്റെ നമ്മുടെ വേരിയൻ്റ് ബ്രേക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂർ എന്ന് പറയുന്നതാണ് ബേസ് വേരിയൻ്റ് ആയിട്ട് വന്നുള്ളത്. ഒരു 75% ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ ടാറ്റ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ പ്യൂർ S എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതിന് വേണമെങ്കിൽ ഒരു സബ് വേരിയൻ്റ് എന്നുള്ള രൂപത്തിൽ കണക്കാക്കാം. പ്രധാനമായിട്ടുള്ള ഒരു അഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാനോമിക് റൂഫ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, നമ്മുടെ ഫോഗ് ലാമ്പ്, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ. പിന്നെ ആവാസ് എന്ന് പറയുന്ന നമ്മുടെ വാഹനം ചെറിയ സ്പീഡിൽ പോകുന്ന സമയത്ത് പെഡസ്ട്രിയന് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അലേർട്ട് കൊടുക്കുന്ന പോലെ ഒരു ചെറിയ സൗണ്ട് വാഹനം ഉണ്ടാക്കും. അങ്ങനെയുള്ള വിരലുണ്ടാകുന്ന കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ ആഡ് ആവുന്നത്. പിന്നെ ഒരു മെയിൻ വേരിയൻ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വേരിയൻ്റായിട്ടുള്ള അഡ്വഞ്ചർ ആണ്. നമുക്ക് 360 ക്യാമറ പോലുള്ള അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സൊക്കെ എത്തുന്നത് ആ ഒരു വേരിയൻറ്റ് മുതലാണ്. എംപവേർഡാണ് അതിന് മുകളിൽ നാലാമത്തെ വേരിയൻറ്റ്. ശരിക്കും ടോപ്പ് എൻഡ് വേരിയൻറ്റും അതാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടുന്ന് 5ഉം 6ഉം വേരിയൻറ്റ്സ് നമുക്കൊരു സബ് വേരിയൻ്റ് ആണ്. അതായത് എംപവേർഡ് എന്ന് പറയുന്നതിൻ്റെ സബ് വേരിയൻ്റ് ആയിട്ട് കണക്കാക്കാം. എംപവേർഡിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 90% ഫീച്ചേഴ്സും ആഡായി വരുന്നുണ്ട്. പിന്നെ എംപവേർഡ് പ്ലസ് എയിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2+ ഫീച്ചർ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് 540 ഡിഗ്രിയുള്ള ക്യാമറ വ്യൂ പോലത്തെ കാര്യങ്ങളാണ് ആഡ് ആവുന്നത്. അതിന് മുകളിലാണ് എംപവേർഡ് പ്ലസ് എ ഓൾ വീൽ ഡ്രൈവ്. അതായത് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ട മല കയറുന്ന ഫ്രണ്ടിലും പുറകിലും നമുക്ക് മോട്ടർ വരുന്ന 4 വീലിലേക്കും ഡ്രൈവ് വരുന്ന രൂപത്തിൽ വലിയ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനമായിട്ട് സിയേറ മാറുന്നത്. സോ ഇതൊക്കെ നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പ്രാക്ടിക്കാലിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും. നമ്മളൊരു ഫാമിലിയിലേക്ക് ഒരു വാഹനം നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ക്യാബിൻ സ്പേസ് ആണ്. ലുക്കൊക്കെ അവിടെ നിൽക്കുന്ന ലുക്ക് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതറിയാം. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു 5 പേർക്ക് ഏത് സമയവും സുഖമായിട്ട്, അതായത് നിങ്ങൾ എത്ര സൈസ് ഉള്ളവരാണെന്നുള്ളതും കൺസേൺ അല്ല, അത്യാവശ്യം ഇത്രയും വിശാലമായിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. റിയർ സീറ്റ് നമുക്ക് റിക്ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. സീറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ആണ്. ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് QWD എന്ന് വിളിക്കുന്ന നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നതാണ്. അതിന് നമുക്ക് വാഹനം നേരിട്ട് കണ്ട് തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്കിവിടെ അതിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. വേറെ ലുക്കിൽ നിങ്ങൾക്ക് എംപവേർഡ് പ്ലസ് എയും അതുപോലെ എംപവേർഡ് പ്ലസ് എ ഓൾ വീൽ ഡ്രൈവും തമ്മിൽ ലുക്കിൽ വലിയ വ്യത്യാസം കാണില്ല എന്നുള്ളതാണ്. സോ സീറ്റ് കംഫർട്ടാണ്. അത്യാവശ്യം വലിയ ക്യാബിൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും പ്രത്യേകതയുണ്ട്. നമുക്ക് ഗ്ലൈഡ് സസ്പെൻഷനാണ് ടാറ്റ നൽകിയിട്ടുള്ളത്. നമ്മുടെ സിയേറയുടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എടുത്താലും നമുക്ക് മുന്നിലും പുറകിലും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ടെറൈൻ നമ്മൾ പോകുന്ന റോഡിനനുസരിച്ച് നമ്മുടെ വാഹനം സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യും. സോ ഏത് റോഡിലാണെങ്കിലും, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും, ഹൈവേയിലാണെങ്കിലും ഹൈ സ്പീഡിലാണെങ്കിലും ഒക്കെ നമുക്ക് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഷൻ ട്യൂൺ ആവുന്നതുകൊണ്ട് ഉള്ളിൽ എപ്പോഴും ഒരേ കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങളൊരു ഫാമിലി പർപ്പസിന് സിയേറ EV നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. അതിനനുസരിച്ചുള്ളൊരു ക്യാബിൻ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റേഞ്ചിൻ്റെ കാര്യമാണ്. അതായത് ഇലക്ട്രിക് വാഹനമാകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് റേഞ്ച് എത്ര കിട്ടുമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ 75 കിലോവാട്ട് ബാറ്ററി പാക്കോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇതിന് താഴെ നമുക്ക് 63 കിലോവാട്ടിന് ഒരു ബാറ്ററി പാക്ക് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഏതൊക്കെ വേരിയൻറ്റിൽ കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 63 കിലോവാട്ടിൻ്റെ ഫുൾ ചാർജിൽ 460 കിലോമീറ്റർ ഓടാൻ കഴിയുന്നത്. അതായത് റിയൽ ലൈഫിലാണ് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് 500-ന് മുകളിലാണ്. സോ ഒരു നമ്മുടെ നാട്ടിലെ കണ്ടീഷൻ അനുസരിച്ച് ഫുൾ ചാർജിൽ 430 മുതൽ 460 കിലോമീറ്റർ വരെ ഓടാൻ പറ്റും. അത് വരുന്നത് ആദ്യത്തെ 4 വേരിയൻറ്റിലാണ്. പ്യൂർ S, അഡ്വഞ്ചർ, എംപവേർഡ്. ഈ 4 വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു ബാറ്ററി പാക്ക് കിട്ടും. അതിന് മുകളിൽ നിങ്ങൾക്ക് 75 കിലോവാട്ട്, അതായത് ഫുൾ ചാർജിൽ 530 കിലോമീറ്റർ റിയൽ വേൾഡിൽ ഓടാൻ പറ്റുന്നത്. കമ്പനി പറയുന്ന 600-ന് മുകളിലാണ് ആ ഒരു ബാറ്ററി പാക്ക് വരുന്നത്. ടോപ്പത്തെ 4 വേരിയൻറ്റിലാണ്. അതായത് പ്യൂർ Sൽ കിട്ടില്ല. ബാക്കി ടോപ്പിലുള്ള 4 വേരിയൻറ്റിൽ നിങ്ങൾക്ക് ആ ഒരു ബാറ്ററി പാക്കും കിട്ടും. ബാറ്ററി പാക്ക് വരുന്നത് നമുക്കറിയാം ഇതൊരു ടോപ്പിൻ്റെ ഒക്കെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹാരിയർ EVയുടെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ബാറ്ററി പക്ഷേ മാറ്റേണ്ടത് നമുക്ക് രണ്ടിലും LFP ബാറ്ററി ആണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചുള്ളത് നമുക്ക് പ്രിസ്മാറ്റിക് സെല്ലാണ്. നമുക്ക് ആദ്യമായിട്ട് ടാറ്റ ഇത് ഉപയോഗിച്ചത് നമ്മുടെ ടാറ്റ പഞ്ച് EVയിലാണ്. സോ ഇതിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ അധികം ഏരിയ വേണ്ട ഈ ഒരു ബാറ്ററി പ്ലേസ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ക്യാബിനിൽ അത്യാവശ്യം നമുക്ക് സ്പേസ് ലഭിക്കും. ഇനി ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ വെറും 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 263 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ആവും എന്നുള്ളതാണ്. ഒരു 20% ഉള്ളൊരു വാഹനം നിങ്ങൾ ചാർജർ DC ഫാസ്റ്റ് ചാർജിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ 80% ആവാൻ വെറും 24 മിനിറ്റ് മതി എന്നുള്ളതാണ്. ഇനി വീട്ടിലെ ചാർജറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ നോർമൽ ഒരു 12 വാൾട്ടിൻ്റെ നമ്മുടെ സാധാരണ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ആ പോയിന്റിലാണെങ്കിൽ നിങ്ങളൊരു ഫുൾ ഡേറ്റാലും ചാർജ് ആവില്ല. എന്തായാലും നിങ്ങളൊരു 7.2 കിലോ വാട്ടിൻ്റെ
ഒരു ചാർജർ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ വാങ്ങണം. സോ ആദ്യമൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ CRIV എടുക്കുന്നവർ അത് അഡീഷണൽ പൈസ കൊടുത്ത് വാങ്ങണം, എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 63 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ 9.5 മണിക്കൂർ എടുക്കും. ഇനി 75 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ 10.5 മണിക്കൂറും എടുക്കും എന്നുള്ളതാണ്. സോ DC ഫാസ്റ്റ് ചാർജിങ് ആണ് ഏറ്റവും റിലയബിൾ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാം. വേറെ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോഡറാണ്. ഇനി എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ 250-ലധികം ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്നാണ് ടാറ്റ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫുൾ കണക്റ്റിംഗ് ടൈപ്പ് LED DRL വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ്. നമ്മൾ കുഞ്ഞ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഇതിൽ മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ കഴിഞ്ഞ് എംപവേർഡിൽ എത്തുമ്പോൾ കാഴ്ചയിൽ മാറ്റമില്ലെങ്കിൽ പോലും ഒരു ബൂസ്റ്റ് നമ്മുടെ ഒരു കുറച്ചുകൂടി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റായിട്ട് മാറുന്നുണ്ട്. ലുക്കിൽ മാറ്റമില്ലെങ്കിലും നമ്മുടെ ബേസും അതുപോലെ തന്നെ എംപവേർഡിലൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. അതിന് സൈഡിലായിട്ട് നമുക്ക് വെർട്ടിക്കലായിട്ടാണ് ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പാർക്ക് സെൻസറൊക്കെ കാണാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി ക്യാമറ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അഡ്വഞ്ചർ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് 540 ഡിഗ്രി വ്യൂ, അതായത് വാഹനത്തിൻ്റെ താഴ്ഭാഗം വരെ നമുക്ക് കാണാവുന്ന രൂപത്തിലേക്കും മാറുന്നുണ്ട്. ടയർ സൈസ് നമുക്ക് ബേസ് വേരിയൻറ്റിൽ 18 ഇഞ്ചാണ് വരുന്നത്. ആദ്യത്തെ 3 വേരിയൻറ്റിലും 18 ഇഞ്ച് വീൽ തന്നെയാണ് ലഭിക്കുക. എംപവേർഡ് മുതൽ നമുക്ക് 19 ഇഞ്ച് വീലായിട്ട് മാറുന്നുണ്ട്. സോ വീലിൻ്റെ ഡിസൈൻ സെയിം ആയിരിക്കും, പക്ഷേ ടയർ സൈസിൽ മാറ്റേണ്ട 225 55 പ്രൊഫൈലുള്ള 19 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇത് ടോപ്പിൽ 3 വേരിയൻറ്റ്, അതായത് എംപവേർഡും അതിൻ്റെ 2 സബ് വേരിയൻറ്റിലും നമുക്ക് ആ ഒരു ടൈപ്പ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഒരു അത്യാവശ്യം ഒരു ഫാമിലി പർപ്പസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു കൺസേൺ ഉള്ളത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആണ്. അത്യാവശ്യം ഒരു ടൂറിംഗ് ഒക്കെ പോകും. അതായത് ഒരു ഫുൾ ചാർജിൽ 500 കിലോമീറ്റർ പോകും, ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് 200 കിലോമീറ്റർ മുകളിൽ ഓടാനുള്ള ചാർജ് ആവും എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ട്രാവലിനും എടുത്ത് പോകാൻ കഴിയുന്ന ഒരു വാഹനമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള യാത്രകൾ പോകുമ്പോൾ സ്റ്റോറേജ് ഏരിയ മസ്റ്റാണ്. നമുക്ക് 622 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഒരു സിയറയിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് സെക്കൻഡ് റോ ഉയർത്തി വെച്ച രൂപത്തിലാണ്. പവർ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഓരോ വേരിയൻ്റ് വൈസ് വ്യത്യാസമുണ്ട്. നമുക്ക് ബേസ് വേരിയൻറ്റിലും ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഒരു സ്പ്ലിറ്റ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിയർ ഡീഫോഗർ ഹിഡൻ ആയിട്ടുള്ള ഒരു വൈപ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബൂട്ട് സ്പേസ് നമുക്ക് 622 ലിറ്ററാണ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഡോർ പാഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രലായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് നമ്മുടെ ആംറസ്റ്റിൽ നൽകിയിട്ടുണ്ട്. ഇത് റിയറിലെ കഥ മാത്രമല്ല കേട്ടോ. നമുക്കിനി ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ഡോർ പാഡിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. മാത്രമല്ല അംബ്രല്ല ഹോൾഡർ കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ 2 സൈഡിലും നമുക്ക് അംബ്രല്ല ഹോൾഡർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പവേർഡ് സീറ്റ്, ഇത് ഡ്രൈവർക്ക് മാത്രമല്ല, ഡ്രൈവർക്ക് 6 വേ അഡ്ജസ്റ്റ് ആണ്. വിത്ത് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, വെൽക്കം ഫംഗ്ഷൻ ഉണ്ട്. നമ്മളൊരു മെമ്മറിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിനകത്തേക്ക് വരുന്ന സമയത്ത് ആ മെമ്മറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് സെറ്റ് ആവും എന്നുള്ളതാണ്. ഇനി നമ്മുടെ കോ ഡ്രൈവർ സീറ്റ്, ഫ്രണ്ടിലെ ഓപ്പോസിറ്റ് സൈഡിലെ സീറ്റ് ആണെങ്കിൽ 4 വേ പവർ അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട്. സോ അത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കൂടാതെ ഫ്രങ്ക് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഫ്രങ്കിന് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് 2 രീതിയിലാണ്. അതായത് നമ്മുടെ നോർമൽ ഓൾ വീൽ ഡ്രൈവ് അല്ലാത്ത മോഡൽസ് ആണെങ്കിൽ നമുക്ക് 55 ലിറ്ററിൻ്റെ ഒരു ഫ്രങ്കാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഈ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ 4 വീൽ ഡ്രൈവ് വരുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ അത് 35 ലിറ്ററായിട്ട് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഫ്രണ്ടിൽ മോട്ടറിനുള്ള സ്പേസ് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫ്രങ്കിൻ്റെ സ്പേസ് കുറയും. ഒരു 140 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മോട്ടറാണ് നമുക്ക് എക്സ്ട്രാ മുന്നിൽ ആ ഒരു വേരിയൻ്റ്, അതായത് ഏറ്റവും ഹൈ എൻഡിൻ്റെ എംപവേർഡ് പ്ലസ് എ ഓൾ വീൽ ഡ്രൈവിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ ഉള്ളിലെ മറ്റ് ലക്ഷറി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഹാരിയർ EVയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നുള്ളത്. അത്തരത്തിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ തന്നെ നമ്മുടെ CRIയിൽ കണ്ട പോലുള്ള ഒരു 5 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. ടാറ്റയുടെ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിയാഗ് EVയിൽ ഒരു സൈഡിലേക്ക് ടാറ്റ.EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങോട് കൂടിയിട്ടൊരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി മനോഹരമായിരുന്നു കാണാനായിട്ട്. ഞാൻ വിചാരിച്ച അവരിനി എല്ലാ EVയിലും അത്തരത്തിലുള്ളൊരു ലൈറ്റ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീൽ നൽകും എന്നുള്ളതാണ്. പക്ഷേ അല്ല, ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ എപ്പോഴും ഇലുമിനേറ്റഡ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഓഡിയോയുടെ കൺട്രോൾസ്, ഇവിടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അടക്കമുള്ള നമ്മുടെ അഡാസ് ലെവൽ 2 പ്ലസിൻ്റെയും അതുപോലെ തന്നെ MIDയുടെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ കൺട്രോൾ വഴി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. റേഞ്ച് ഇവിടെ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എത്ര % ചാർജ് ഉണ്ട് എന്നുള്ളത് അതിന് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, സിറ്റി, ഇക്കോ, സ്പോർട്ട് എന്നിങ്ങനെ. അതുപോലെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് റീജനറേഷൻ കൺട്രോൾ ചെയ്യാം. 4 ലെവൽസ് അതിനും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അതൊക്കെ സാധാരണ നമ്മൾ EVയിൽ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ EV കണ്ടിട്ടുള്ളതാണെങ്കിൽ. ഇനി അത്യാവശ്യം നമ്മുടെ EV വാഹനങ്ങളിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ട്രിപ്പിൾ സ്ക്രീൻ. നമ്മൾ നോർമലി വാഹനങ്ങളിൽ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും എന്നല്ല, ഇല്ലാത്ത തന്നെയാണ് നല്ലത് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ നിങ്ങളൊരു EV ഓണർ ആണെങ്കിൽ
ഇത് നിങ്ങൾ ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജിലിടുന്ന സമയത്ത് ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നമ്മുടെ ഇതിലിപ്പോൾ നമ്മൾ ഫിഗേഴ്സ് പറഞ്ഞത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് 24 മിനിറ്റ് കൊണ്ടൊക്കെ 80% ചാർജ് ആവുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമുക്ക് അത്രയും വോൾട്ടേജ് ഇല്ലാത്ത ഏരിയ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ വരെയൊക്കെ സമയം എടുത്തേക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബോറടിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കേണ്ട. ഇതിൽ നമുക്ക് വീഡിയോസ് കാണാം, സിനിമ കാണാം, ഗെയിംസ് കളിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൾ സ്ക്രീൻ വരുന്ന മോഡലിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഗെയിം ഡെമോ ഒക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. സോ ഗെയിം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഗെയിം കളിച്ചിരിക്കാം. ഇനി നമുക്ക് ആക്സറേറ്റ് ചെയ്തൊരു ഹെഡ്സെറ്റ് വാങ്ങാം. അതായത് ഈ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം നമുക്ക് ഹെഡ്സെറ്റിലൂടെ പ്ലേ ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഡോൾബി അറ്റ്മോസ് വരെ കിട്ടുന്ന ഒരു കിഡിലൻ മ്യൂസിക് പ്ലെയർ കൂടി വരുന്നുണ്ട്. 10.25 ഇഞ്ചിൻ്റെ 3 സ്ക്രീനുകളാണ് ഈ നിരന്ന് ഡാഷ്ബോർഡിൽ മൊത്തം ഇരിക്കുന്നത്. കൂടാതെ ഏറ്റവും ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു സൗണ്ട് ബാർ, ഇത് നമ്മുടെ ഹാരിയറിൻ്റെ എല്ലാ മോഡൽസിനും ഡീസൽ ആണെങ്കിൽ പെട്രോൾ ആണെങ്കിലും EV ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അത് ആരും തിങ്ക് ചെയ്യാത്തൊരു ഫീച്ചർ കൂടിയാണ്. അതൊക്കെ റേസായി വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ടാറ്റ വാഹനങ്ങളും കാണുന്ന പോലെയാണ് ഈ ഒരു കൺട്രോൾസ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അവിടെ താഴേക്ക് വന്ന് 65 വാട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട്, അതുപോലെ സ്റ്റോറേജ് ഏരിയ, പിന്നെ ഓട്ടോമാറ്റിക് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പാർക്ക് എന്നിങ്ങനെ വന്നിട്ടുണ്ട്. ആംറസ്റ്റ് കാണാം. അതിന് താഴെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്. പിന്നെ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ വേരിയന്റ് മുതൽ നമുക്ക് പാനോമിക് സൺറൂഫും ലഭിക്കുന്നുണ്ട്. CRIV കാപ്പബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴുള്ള ഇതുവരെ ഇറങ്ങിയ വീഡിയോസ് മനസ്സിലായി ഉണ്ടാവും. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ 63 കിലോ വാട്ട് ഏകദേശം 238 PS 315 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഹൈ എൻഡ് ആയിട്ടുള്ള 75 കിലോ വാട്ട് ആണെങ്കിൽ പവർ ഫിഗർ കുറച്ച് കുറവാണ്. 209 PS 315 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം എക്സ്ട്രാ മോട്ടർ കാര്യങ്ങളും ബാറ്ററിയുടെ വെയിറ്റ് ഒക്കെ വരുന്ന സമയത്ത് പവർ ഫിഗർ ചെറുതായിട്ട് ലാഗ് വരുന്നുണ്ട്. എന്നാൽ പോലും കമ്പനി പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് ഈ വെഹിക്കിളാന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ബൂസ്റ്റ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 6 സെക്കൻഡിനകത്ത് തന്നെ നമുക്ക് 0 to 100 അടിക്കാനായിട്ട് പറ്റുമെന്ന് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓൾ വീൽ ഡ്രൈവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മോട്ടർ വരുന്നതുകൊണ്ട് തന്നെ ഒരു 140 PS അധികം വരുന്നുണ്ട്. ഏകദേശം 349 PS അതുപോലെ തന്നെ 503 Nm ടോർക്കായിട്ട് പവർ ഫിഗേഴ്സ് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദുബായിൽ അത്രയും ആരും ഇതുവരെ എത്തിപ്പെടാത്ത രൂപത്തിലുള്ള മരുഭൂമിയിലെ ഉയരത്തിലേക്കൊക്കെ നമ്മുടെ CRIV എത്തിയിട്ടുള്ളത്. സോ ഞാനിതൊരു വാഹനം ഡ്രൈവ് ചെയ്തിട്ടില്ല. എന്തായാലും ഡ്രൈവ് വീഡിയോയിൽ നമ്മൾ ഓടിക്കാൻ എങ്ങനെയുണ്ട്, യാത്ര ചെയ്യാൻ എങ്ങനെയുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഫിഗേഴ്സൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ കേരളത്തിലെ റോഡിൽ റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറയാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് CRIVനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വാഹനം ഷോറൂമിൽ എത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എടപ്പള്ളിയുള്ള ലെക്സോൺ ടാറ്റയുടെ tata.ev സ്റ്റോറിലാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ വേരിൻ്റെ പ്രൈസ്, ഡൗൺ പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളും എപ്പോൾ ഡെലിവറി കിട്ടും. എനിക്ക് തോന്നുന്നു ഈ മാസം 18 മുതൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജൂലൈ 18 മുതൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ബുക്കിങ്ങിനനുസരിച്ച് ഡെലിവറി പോകുമ്പോൾ അത്രയും ഡീറ്റെയിൽസ് എന്ന് വാഹനം ഡെലിവറി എടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് അറിയാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.